അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമിനുകളെ, ഞാൻ ഈ പറയാൻ പോകുന്ന പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി 70,000 മലക്കുകൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. ഈ മഹത്തായ ആയത്ത് രാവിലെ ഓതുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്കായി 70,000 മലക്കുകൾ ദുആ ചെയ്യും, പ്രാർത്ഥിക്കും. പാപമോചനത്തിനായി 70,000 മലക്കുകൾ നിങ്ങൾക്കായി ദുആ ചെയ്യും. ഇനി അതല്ല, നിങ്ങൾ ഇത് വൈകുന്നേരം ഓതുകയാണെങ്കിൽ വൈകുന്നേരം തൊട്ട് രാവിലെ വരെയും നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി 70,000 മലക്കുകൾ വൈകുന്നേരം തൊട്ട് രാവിലെ വരെയും ദുആ ചെയ്യും. ഇനി അന്ന് മരണപ്പെടുകയാണെങ്കിൽ ഷഹീദായി മരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഏത് പ്രയാസങ്ങളും ഏത് പ്രതിസന്ധികളും എന്തും അനുഭവിക്കുന്നവരാണെങ്കിലും ഈ മഹത്തായ ഈ ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. ദോഷം പൊറുക്കാനും നമ്മൾക്ക് എത്ര വലിയ പാപങ്ങൾ ഉണ്ടെങ്കിലും ഏത് വലിയ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണെങ്കിലും സൂറത്ത് അശ്റിലെ അവസാനത്തെ 3-ാമത്തെ ആയത്തായ ഈ ആയത്ത് ജീവിതത്തിൽ പതിവാക്കുക. അഊദു ബില്ലാഹി സമീഉൽ ഹലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ മനസ്സറിഞ്ഞ് ചൊല്ലിയതിനു ശേഷം സൂറത്തുൽ അശ്റിലെ അവസാനത്തെ 3-ാമത്തെ ആയത്തായ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو عزيز الحكيم എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലുക. ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്കായി 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ഈ മഹത്തായ ആയത്ത് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ധാരാളം ദിക്റുകളും സ്വലാത്തുകളും പരിശുദ്ധ ഖുർആനും ഓതാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അവന് ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും കൂട്ടുകാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തും. അറിഞ്ഞും അറിയാതെയും പരസ്യമായി രഹസ്യമായി പല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടാവും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും അതിനെല്ലാം പുറത്തു മാപ്പാക്കി നൽകി. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെല്ലാവരെയും സ്വാലിഹീങ്ങളിലും സ്വാലിഹീത്തുകളിലും ഉൾപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾപ്പെടുത്തട്ടെ. അറിവ് പറഞ്ഞു കൊടുക്കാനും അറിവ് പഠിക്കാനും നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാത്തിനും തൗഫീക്ക് നൽകട്ടെ. അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും വിദേശത്തും സ്വദേശത്തും പല മേഖലകളിൽ ജോലി ചെയ്യുന്നതും കൃഷിയിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മളിൽ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ ഏത് രോഗമായിക്കോട്ടെ അതിനെല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാത്തിനും ആജിലായ ശിഫ നൽകട്ടെ. മുഅ്മിനായി ജനിച്ചു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾപ്പെടുത്തട്ടെ. ഖൈറായ പാതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാ അനാനായ കാര്യങ്ങളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ.